എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതൃത്വം എന്ന വിഷയത്തിലെ 9ാമത്തെ അധ്യായമായ കമ്മിറ്റ്മെന്റ് ടു ദ സ്പിരിറ്റ് ഓഫ് ദ റൂൾ, നിയമത്തിന്റെ ആത്മാവിനോടുള്ള പ്രതിബദ്ധത എന്ന അധ്യായത്തിലേക്ക് സ്വാഗതം. എന്താണ് നിയമത്തിന്റെ ആത്മാവിനോടുള്ള പ്രതിബദ്ധത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏത് സ്ഥാപനമായാലും ഏത് സമൂഹമായാലും നിയമങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും തീർച്ചയായിട്ടും വളരെ വളരെ സുപ്രധാനവും അത്യന്താപേക്ഷിതവുമാണ്. ഒരു ക്രമം, സ്ഥിരത, സുരക്ഷത ഉറപ്പാക്കാൻ തീർച്ചയായിട്ടും നിയമങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും അനിവാര്യമാണ്. സാധാരണമായ ഒരു സാഹചര്യത്തിൽ നിയമങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ അസാധാരണമായ സാഹചര്യങ്ങളിൽ, പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിയമങ്ങളും നടപടിക്രമങ്ങളും നമുക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിയമങ്ങൾക്കും നയങ്ങൾക്കും അതീതമായി ലംഘിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? അത്തരം സാഹചര്യങ്ങൾ നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്നത് ശരിയായ തീരുമാനമായിരിക്കുമോ? അത് യഥാർത്ഥത്തിൽ നിയമം പാലിക്കുക എന്നുള്ളതിനുപരി ശരിയായ ഒരു കാര്യം ചെയ്യുക എന്നതിലേക്ക് എത്തിക്കുമോ? ഒരു മനുഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എപ്പോഴും ചെയ്യേണ്ടത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ നിയമം മാത്രം നോക്കിയല്ല, നിയമം മാത്രം പരിഗണിച്ച്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ മാത്രം പരിഗണിച്ചല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്താണോ ആ സമയത്ത് ശരി, അതായിരിക്കണം ഒരു നേതാവ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ ശക്തരായ നേതാക്കൾ ചെയ്യേണ്ടത്, നിയമങ്ങൾ എപ്പോഴും വിധേയമായിക്കൊണ്ട് നിയമങ്ങളിലും നടപടിക്രമങ്ങളിലും ഊന്നി മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതിലുപരിയായി മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് മനുഷ്യന് ശരിയായ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ധൈര്യം ആർജിക്കുക എന്നുള്ളതാണ്. ചില സമയങ്ങളെങ്കിലും നമ്മൾ നിയമങ്ങളെ അവഗണിക്കേണ്ടതായി വരും. അത് നിയമലംഘനമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ്. അപ്പൊ നിയമങ്ങൾ തീർച്ചയായിട്ടും സുരക്ഷിതത്വവും സ്ഥിരതയും എന്നാലും ചില അവസരങ്ങളെങ്കിലും അത് ലംഘിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അത് മറികടന്നാൽ മാത്രമേ, നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും ലംഘിച്ചാൽ മാത്രമേ ഒരു പക്ഷെ നമുക്ക് മൂല്യവത്തായ ഒരു പ്രതിബദ്ധതയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിയമങ്ങൾ സുരക്ഷിതം നൽകുമെങ്കിലും ശരിയായിട്ടുള്ളത് ചെയ്യാൻ, ഒരു പക്ഷെ ആ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാൽ ശരിയായ ഒരു കാര്യത്തിലേക്കല്ല നയിക്കപ്പെടുക, അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ഒരു ദിശയിലേക്ക് നയിക്കപ്പെടും എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു നേതാവിന് ആർജിക്കേണ്ട മഹത്തായ നേതൃപാടവം എന്നുള്ളത് ശരിയായ കാര്യം ചെയ്യാൻ വേണ്ടി നിയമം ലംഘിക്കണമെങ്കിൽ അത് ലംഘിക്കാനുള്ള ശേഷി, വൈഭവം, ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇഗ്നോർ ദ റൂൾ എന്ന് പറയുന്നത്, ഇഗ്നോർ ദ റൂൾ ആൻഡ് ഡു ദ റൈറ്റ് തിങ് എന്ന് പറയുന്നത് നിയമവിരുദ്ധതയുടെ ആഹ്വാനമല്ല. അത് നിയമങ്ങൾക്ക് മുകളിൽ മനുഷ്യന്റെ മൂല്യങ്ങളും നിലനിൽപ്പും ഓർമ്മിപ്പിക്കുന്ന ഒരു നേതൃത്വ ശേഷിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പല പല ഘടകങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്ന് മുന്നോട്ട് പോയി പരിശോധിച്ച് നോക്കാം. നിയമങ്ങൾ മാർഗനിർദ്ദേശങ്ങളാണ്, എല്ലായ്പ്പോഴും അതൊരു അന്തിമമായ പരിഹാരമല്ല. അത് എല്ലാവരും ഒരു നേതാവ് എന്ന നിലയിൽ പഠിക്കേണ്ട ഒരു ഘടകമാണ്. നിയമങ്ങൾ തീർച്ചയായിട്ടും ക്രമവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ളതാണ് എന്നതിൽ സംശയമില്ല. സാധാരണ സാഹചര്യങ്ങൾ നേരിടാൻ ഇതൊരു വഴികാട്ടിയാണ്. നിയമം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അസാധാരണമായ പ്രതിസന്ധികൾ നിറഞ്ഞ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള, സങ്കടങ്ങളുള്ള
നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കാൻ സാധിക്കാത്ത ഘട്ടങ്ങളിൽ നിയമം ലംഘിക്കുകയും നിയമത്തെ മറികടന്ന് ശരിയായിട്ടുള്ളത് എന്താണോ അത് ചെയ്യാനുള്ള ശേഷിയാണ് ഒരു നേതാവ് ആർജിക്കേണ്ടത്. അപ്പം ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു ശക്തനായ മഹത്തായ ഒരു നേതാവ് എന്ന നിലയിൽ നിയമം അനുശാസിക്കുന്ന ഉദ്ദേശം എന്താണ്? നിയമം അടിസ്ഥാനപരമായിട്ട് എന്ത് ഉദ്ദേശത്തിലാണ് നിയമവും നടപടിക്രമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അതാണ് നടപ്പിലാക്കേണ്ടത്. അപ്പം ഒരു നിയമത്തിന്റെ, ഒരു നയത്തിന്റെ, നടപടിക്രമത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി വേണം തീരുമാനം എടുക്കാൻ. അപ്പം നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാക്കിയതിന്റെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷിതത്വവും ക്രമവും ഒരു സ്ഥിരതയും നന്മയും ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്നത് നിയമം മൂലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറികടന്ന് ശരിയായിട്ടുള്ളത് എന്താണോ അത് ചെയ്യാനുള്ള ധൈര്യം ഒരു നേതാവ് എന്ന നിലയിൽ ആർജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നേതാവ് മനസ്സിലാക്കേണ്ടത് നിയമങ്ങൾ നല്ലതാണ്, പക്ഷെ അതൊരു വഴികാട്ടി മാത്രമായി ഉപയോഗിക്കണം. മനുഷ്യനും നീതിയുമാണ് നിയമത്തെക്കാൾ ഉയർന്നു നിൽക്കേണ്ടത്. അതാണ് ലക്ഷ്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നേതാവ് എന്ന നിലയിൽ മനസ്സിലാക്കണം. അപ്പം റൂൾസ് ആർ ഗൈഡ് ലൈൻസ്, നോട്ട് ഓൾവേസ് ദ അബ്സല്യൂട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു അന്തിമമായ കാര്യമല്ല. നിയമം എന്ന് പറയുന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. അപ്പൊ ലംഘിക്കുന്നത് കൊണ്ട് മൂല്യവും നന്മയും ശരിയുമാണ് ചെയ്യാൻ സാധിക്കുക എങ്കിൽ അത് നിയമം ലംഘിക്കാനുള്ള ധൈര്യം ഒരു നേതാവ് ആർജിക്കേണ്ടതാണ്. ആ ലംഘിച്ച നിയമലംഘനത്തിന് നിയമം ലംഘിച്ചത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യവും നേതാവ് കാണിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നിയമം നമുക്ക് വഴികാട്ടിയാവുന്ന പോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യമാണ് നയങ്ങൾ. നമ്മൾ രൂപീകരിക്കുന്ന പോളിസീസ്, നമ്മൾ രൂപീകരിക്കുന്ന നയങ്ങളും ശരിക്ക് വഴികാട്ടികളായി മാറണം. അപ്പൊ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും മുൻകൂട്ടി നയങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പം നയം രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏത് സമയത്താണോ, ഏത് സാഹചര്യത്തിലാണോ നയം രൂപീകരിക്കുന്നത് ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, സാധ്യതകളായിരിക്കും ആ നയത്തിൽ ഉൾപ്പെടുത്തുകയും ആ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രമം ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സുരക്ഷ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളായിരിക്കും രൂപീകരിക്കുക. അപ്പം നയങ്ങൾ രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നയത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ നയം കവർ ചെയ്യാത്ത, ആ നയം മാർഗനിർദ്ദേശം തരാത്തൊരു സാഹചര്യത്തിൽ ആ നയങ്ങളും ലംഘിച്ച് എന്താണോ ശരി എന്നുള്ളത് ചെയ്യാനുള്ള ധൈര്യം നേതാവ് ആർജിക്കണം. എത്തിക്കൽ ജഡ്ജ്മെന്റ്, അതായത് ശരിയായ വിവേചനം ഉപയോഗിച്ച് നിർണായകമായ നയങ്ങൾ തെറ്റിക്കാനും ലംഘിക്കാനുമുള്ള ശേഷി നേതാവ് ആർജിക്കണം. അപ്പം ഒരു നേതാവ് എന്ന് പറയുന്നത് എപ്പോഴും നിയമം പാലിക്കുന്ന ആളല്ല, ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ നേതാവ് എന്ന് പറയുന്നത്. അപ്പം റൂൾസ്, നിയമങ്ങൾ ആവശ്യമുള്ളപ്പോൾ മറികടക്കുന്ന പോലെ തന്നെ പോളിസീസ്, നയങ്ങളും മറികടക്കാനുള്ള ശേഷി ഒരു നേതാവ് എന്ന നിലയിൽ ആർജിക്കേണ്ടതാണ്. സിസ്റ്റത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഒരു നേതാവ് എന്ന നിലയിൽ ഉണ്ടാവേണ്ട മറ്റൊരു ഘടകമാണ് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം എന്നത് മനുഷ്യ സൃഷ്ടിയാണ്. അപ്പൊ മനുഷ്യ സൃഷ്ടിക്ക് നമ്മൾ എപ്പോഴും ആദ്യത്തെ സ്ലൈഡുകളിലൊക്കെ ചർച്ച ചെയ്ത പോലെ മനുഷ്യന് ഒരുപാട് പോരായ്മകളുള്ള ആളാണ്. ഒരു നേതാവ് തീർച്ചയായിട്ടും പോരായ്മകളുള്ള ആളാണ്.
തീർച്ചയായിട്ടും ഈ നേതാക്കളും ഈ മനുഷ്യരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഏതൊരു സിസ്റ്റവും മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യത്തിലും ശരിയായിക്കൊള്ളണമെന്നില്ല. ചില അവസരങ്ങളിൽ സിസ്റ്റം തന്നെ അനീതിക്കോ അപകടമോ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്കത് അറിയാവുന്നതാണ്. അപ്പം പല സാഹചര്യത്തിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റങ്ങൾ നമ്മൾ മാറ്റാറുണ്ട്. കാരണം എന്താണ്, ഗുണത്തെക്കാൾ ഉപരി ദോഷം ചെയ്യുന്ന സിസ്റ്റങ്ങൾ നമ്മൾ പല സാഹചര്യത്തിലും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ സിസ്റ്റം തെറ്റാണെങ്കിൽ, അത് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം തീർച്ചയായിട്ടും ഒരു നേതാവ് ആർജിക്കേണ്ടതാണ്, നേതാവിന് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ സിസ്റ്റം ചോദ്യം ചെയ്യുക എന്നത് കലാപം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അശ്രദ്ധമായ ഒരു കാര്യം ഉണ്ടാക്കുകയോ അത് ജനങ്ങൾക്ക് കൂടെയുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമായി പരിഗണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ധാർമ്മികമായ ഒരു ധൈര്യമോ അല്ലെങ്കിൽ ശരിയായൊരു നടപടി, ശരിയായൊരു കാര്യം ചെയ്യാനുള്ള ശേഷിയോ ആർജിക്കലാണ് സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഒരു സിസ്റ്റം ഗുണത്തെക്കാൾ അധികം ദോഷമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെതിരെ നിലകൊള്ളാൻ തയ്യാറാകുന്നവരാണ് ശരിയായ മഹത്തായ നേതാക്കൾ എന്ന് പറയുന്നത്. സിസ്റ്റം, എല്ലാവരും പറയുന്നത് സിസ്റ്റം ശരിയാണ് എന്ന് സംബന്ധിക്കുമ്പോൾ ആ പറയുന്നത് അതുപോലെ വിശ്വസിച്ച് അതിന്റെ കൂടെ നിൽക്കുന്നവരല്ല യഥാർത്ഥത്തിൽ നേതാവ്. ഒരു സിസ്റ്റം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്ര തന്നെ ആൾക്കാർ അത് ശരിയാണെന്ന് പറഞ്ഞാലും അത് ശരിയല്ല, ആ സിസ്റ്റം ശരിയല്ല എന്ന് ധൈര്യത്തോടു കൂടി സംസാരിക്കുകയും ആ സിസ്റ്റം മാറ്റാൻ വേണ്ടി നിലകൊള്ളുന്ന ആത്മവിശ്വാസമുള്ള, ധൈര്യമുള്ള ഒരു നേതാവായി മാറുകയുമാണ് മഹത്തായ നേതാവിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ശേഷി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം, യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റം നിലനിൽക്കാൻ അനുസരണ മതി, അതിനെ ചോദ്യം ചെയ്യാനാണ് ധൈര്യം വേണ്ടത്. അപ്പം ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അതിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല എന്ന് ധരിക്കുന്നതും അതിലൊരു കുഴപ്പമില്ല എന്ന് ധരിക്കുന്നു. കാരണം സിസ്റ്റം മാറ്റണമെങ്കിൽ ഒരുപാട് എതിർപ്പുകളും ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് കുഴപ്പങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പൊ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ശേഷിയില്ലാത്തവരാണ് സിസ്റ്റം എത്ര തന്നെ മനുഷ്യ വിരുദ്ധമാണെങ്കിലും അത് ശരിയാണെന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു നേതാവ് എന്ന നിലയിൽ സിസ്റ്റത്തിലുള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അത് തെറ്റാണെങ്കിൽ അത് തിരുത്താനും ആ തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടം നടത്താനും നേതാവ് തീർച്ചയായിട്ടും ധൈര്യം കാണിക്കേണ്ടതുണ്ട്. ഒരു നേതാവ് എന്ന നിലയിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. അതുപോലെ ഒരു നിയമം ലംഘിക്കേണ്ട അവസരം ഉണ്ടാകുമ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ലംഘിച്ചുകൊണ്ട് ശരിയായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതും അതിനു വേണ്ടി നിലകൊള്ളുന്നതും ഒരു നേതാവിന്റെ കടമയാണ്. മറ്റൊരു സുപ്രധാനമായ കടമ എന്ന് പറയുന്നത് നിയമങ്ങൾ എപ്പോൾ എങ്ങനെ ലംഘിക്കണം അല്ലെങ്കിൽ ഭേദഗതി ചെയ്യണമെന്ന് നേതാവിന്റെ കൂടെയുള്ള ടീമിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നേതൃത്വം എന്നത് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത് നിയമങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും ആ നിയമങ്ങളുടെ ആത്മാവ് എന്താണ്, ശരിയായത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ആത്മാവ് എന്താണെന്നുള്ളത് ടീമിലുള്ള ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയും അവരിൽ ഏതെങ്കിലും ഒരു നിയമം ശരിയായി ചെയ്യാനുള്ള സാഹചര്യമല്ല ഉണ്ടാക്കുന്നത്, തെറ്റായ അപകടങ്ങൾ നിറഞ്ഞ പ്രതിബദ്ധത കുറവ് ഉളവാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന സമയങ്ങളിൽ അത് ലംഘിക്കേണ്ട ആവശ്യം എന്താണെന്നും കൂടി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഒരു നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഒരേ നിയമം പൂർണ്ണമായി പ്രവർത്തിക്കണമെന്നില്ല എന്നുള്ള ബോധവും അത്തരമൊരു സമയത്ത് എങ്ങനെയാണ് നിയമത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടത് എന്ന് തീർച്ചയായിട്ടും
നേതാവ് തന്റെ ടീം അംഗങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ നിയമങ്ങൾ ലംഘിക്കുമെന്ന് പ്രചരിപ്പിക്കലല്ല ഇതിന്റെ അർത്ഥം. അതിന്റെ നിയമം മറികടന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മനുഷ്യ ജീവിതവും സുരക്ഷിതവും നീതിയും ബഹുമാനവും എന്നിവ ലംഘിക്കപ്പെടുമ്പോൾ, അപകടത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങൾക്ക് അതീതമായി ശരിയായത് എന്താണോ അത് ചെയ്യാൻ പ്രേരിപ്പിക്കലാണ്, പഠിപ്പിക്കലാണ് നേതാവിന്റെ ഉത്തരവാദിത്തം. നിയമം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അവസാനത്തെ ഒരു വാക്കല്ല. നിയമത്തിന്റെ ഉദ്ദേശം എന്ന് പറയേണ്ടത് എന്താണ്? നിയമത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്, എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ശരിയായി ചെയ്യുക, ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു നേതാവ് തന്റെ ടീം അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിന്റെ നേതാവിന്റെ സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ്. ഇനി നിയമങ്ങൾ എപ്പോൾ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ ഭേദഗതി ചെയ്യണമെന്ന് ടീമിനെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ മികച്ച നേതാവ് ടീമിനെ പഠിപ്പിക്കുന്നത് സുപ്രധാനമായ 3 കാര്യങ്ങളാണ്. ഏതൊക്കെ ഘട്ടത്തിലാണ് നിയമത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? അസാധാരണ സാഹചര്യങ്ങളിൽ, നമ്മൾ സാധാരണ സാഹചര്യമല്ല, അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നിയമം മറികടന്ന് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കുക. പിന്നെ തിടുക്കത്തിലോ സ്വാർത്ഥതയിലോ അല്ല. ഏത് അവസരത്തിലാണ് നിയമം മറികടക്കേണ്ടത്? ഏതെങ്കിലും ഒരു തിടുക്കത്തിലോ അല്ലെങ്കിൽ സ്വാർത്ഥമായ ഒരു ലാഭത്തിനോ വേണ്ടി ആയിരിക്കരുത്. പ്രതിബദ്ധതയും മൂല്യവും സുരക്ഷിതയും ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിയമം മറികടന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. ആർക്കാണ് ഉത്തരവാദിത്തം? ഒരു നിയമം മറികടക്കുന്നാൽ അല്ലെങ്കിൽ നിയമം ലംഘിച്ചാൽ, നമ്മൾ നേതാവ് എന്ന നിലയിൽ നിയമം ലംഘിക്കാനുള്ള ആഹ്വാനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നിയമവിരുദ്ധത ചെയ്യാനുള്ളതല്ല. അതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ശരിയായത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പം ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം വരേണ്ടത്? ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേതാവ് തയ്യാറാവണം. അപ്പൊ തന്റെ ടീം അംഗങ്ങളും ഏതെങ്കിലും അവസരത്തിൽ നിയമത്തിന് അതീതമായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിച്ചാൽ അതിന് ഏതെങ്കിലും രീതിയിൽ ഗുണമോ ദോഷമോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേതാവ് എന്ന നിലയിൽ തയ്യാറാവണം. അല്ലാതെ അതിൽ ഉണ്ടാകുന്ന നന്മയുടെ ക്രെഡിറ്റ് നേതാവ് എടുക്കുകയും ആ തീരുമാനം എടുത്തതിന്റെ ശേഷം അതിന്റെ ഫലമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദോഷമുണ്ടാവുകയും ചെയ്യുമ്പോൾ ആ തീരുമാനമെടുത്ത ടീം അംഗത്തെ കുറ്റപ്പെടുത്താൻ നേതാവ് പരിശ്രമിക്കരുത്. അതൊരു നേതൃത്വ ഗുണമല്ല. അപ്പൊ ഗുണമായാലും ദോഷമായാലും പ്രത്യേകിച്ച് ദോഷം വരുന്ന അവസരത്തിൽ നമ്മൾ നേതാവ് എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അപ്പം അങ്ങനെ നിയമം ഏത് സമയത്താണ് എങ്ങനെയാണ് നിയമത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ ടീമംഗങ്ങളെ പഠിപ്പിക്കുകയും അതിന്റെ ഏത് ഘട്ടത്തിലാണ് എന്ന് അത് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും ടീം അംഗങ്ങൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പം നിയമം എന്തു പറഞ്ഞു എന്നുള്ളതല്ല, എന്താണ് സ്ഥാപനത്തിലെ നിയമം എന്നുള്ളതല്ല, എന്താണ് ശരി എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ ടീം അംഗങ്ങൾ മാറും. അപ്പോൾ എപ്പോഴും ടീം അംഗങ്ങൾ ശരി ചെയ്യാനാണ് നോക്കുക. തെറ്റ് നിയമം പാലിക്കാനല്ല, ശരി ചെയ്യാനാണ് അവരെപ്പോഴും പരിശ്രമിക്കുക. അപ്പൊ പ്രതിസന്ധി സമയങ്ങളിൽ ടീം സ്വതന്ത്രമായി ശരി ചെയ്യാനുള്ള ഒരു ധൈര്യം ആർജിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ നിയമങ്ങൾ എപ്പോൾ എങ്ങനെ ഭേദഗതി ചെയ്യണമെന്ന് ടീം അംഗങ്ങളെ നേതാവ് എന്ന നിലയിൽ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും നല്ല നിയമം എന്ന് പറയുന്നത് എന്താണ്? ഏതാണ് ഏറ്റവും നല്ല നിയമം? ഏറ്റവും നല്ല നിയമം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ നിയമം എന്ന് പറയുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റുള്ള ഒരാളിൽ നിന്ന്, ഒരു നേതാവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല നിയമം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പ്രശ്നത്തിൽ പെടുകയും ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്
നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമത്തിന് അതീതമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരു ബഹുമാനമാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു സുരക്ഷിതത്വവും നീതിയുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവരോടും നിങ്ങളുടെ ടീം അംഗങ്ങളോടും ചെയ്യേണ്ടത്. അപ്പൊ മറ്റുള്ളവരുടെ സാഹചര്യവും സ്ഥിതിയും മനസ്സിലാക്കി ശരിയായി ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ശേഷിയും ബുദ്ധിയും നമ്മൾ നേതാവ് എന്ന നിലയിൽ ആർജിക്കേണ്ടതുണ്ട്. ഓരോ ടീം അംഗങ്ങളുമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് കരുണയോടെ പെരുമാറാനും സുരക്ഷിത ബോധം വളർത്താനുമുള്ള ഒരു പാടവം നേതാവ് എന്ന നിലയിൽ ആർജിക്കേണ്ടതുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നേതൃത്വം എന്ന് പറയുന്നത് ശിക്ഷ നൽകാനല്ല, മനസ്സിലാക്കാനാണ്. അപ്പൊ ഓരോ വ്യക്തികളും പല സാഹചര്യത്തിലുമായിരിക്കും കടന്നു പോവുക. അപ്പൊ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ തുണയ്ക്കുന്ന, അവർക്ക് സപ്പോർട്ട് നൽകുന്ന, അവർക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലായിരിക്കണം ഒരു നേതാവ് പെരുമാറേണ്ടത്. നിയമം യഥാർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലും ദോഷമാണെങ്കിലും അപകടം സൃഷ്ടിക്കുമെങ്കിലും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നടപ്പിലാക്കേണ്ട ഒരു സംഗതിയാണെന്നുള്ള ഒരു ബോധമല്ല ഒരു നേതാവിനെ നയിക്കേണ്ടത്. നേതാവിനെ നയിക്കേണ്ടത് നിയമത്തിലുപരി മനുഷ്യനെ സംരക്ഷിക്കാൻ, അത് ലംഘിക്കണമെങ്കിൽ മനുഷ്യനെ ലംഘിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ നിയമം നടപ്പിലാക്കി നിയമക്രമങ്ങൾ, നയങ്ങൾ, നടപടിക്രമങ്ങൾ ഇതാണ് പറയുന്നത്, അപ്പൊ അത് മാത്രമേ ഞാൻ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഏതെങ്കിലും ഒരു കൂട്ടാളിക്ക്, ഏതെങ്കിലും ഒരു സംഘാംഗത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ദോഷം വരികയാണെങ്കിൽ ആ നിയമത്തിന് അതീതമായി പ്രവർത്തിച്ച് മനുഷ്യനെ സംരക്ഷിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അപ്പോൾ നേതാവ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്കായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം നേതൃത്വം എന്ന് പറയുന്നത് ശിക്ഷിക്കാനല്ല, യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ളതാണ്. നിയമം എന്ന് പറയുന്നത് എപ്പോഴും നടപ്പിലാക്കാനുള്ളതല്ല, ചില സമയങ്ങളെങ്കിലും മനുഷ്യനെ സംരക്ഷിക്കാൻ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കമ്മിറ്റ്മെന്റ് ടു ദ സ്പിരിറ്റ് ഓഫ് റൂൾ എന്ന 9ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കണ്ട അധ്യായത്തിന്റെ രത്നച്ചുരുക്കം ഒന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ മൂല്യങ്ങൾ വ്യക്തമായി അറിയുക, കർശനമായ സിസ്റ്റത്തെക്കാൾ മൂല്യങ്ങൾക്കും നീതിക്കും മുൻഗണന നൽകുക, ടീമിനെ പഠിപ്പിക്കുക, എഴുതി വെക്കുന്നത് മാത്രം ചെയ്യാനല്ല, ശരിയായത് ചെയ്യാൻ നിങ്ങൾ ടീമിനെ പഠിപ്പിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുക. നിയമങ്ങൾ മനുഷ്യരുടെ ക്ഷേമത്തിനോ സുരക്ഷിതത്വത്തിനോ വിരുദ്ധമാകുമ്പോൾ അതിനെതിരെ നിലകൊള്ളാനും നിയമത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ള ധൈര്യം ടീം അംഗങ്ങൾക്കും നേതാവിനും ഉണ്ടാവണം. ഓർമ്മിക്കുക, നേതൃത്വം നിയമങ്ങൾ നടപ്പിലാക്കല്ല, നൈതികതയും ഉത്തരവാദിത്വ ബോധവുമുള്ള തീരുമാനങ്ങൾ എടുക്കലാണ് ഒരു നേതാവിന്റെ സുപ്രധാനമായ, പരമപ്രധാനമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്. നിയമം വഴിയാണ് ലക്ഷ്യമാണ് ശരിയായത്. അപ്പൊ നിയമങ്ങൾ പാലിക്കുന്നത് മതിയാകില്ല, മനുഷ്യനെ സംരക്ഷിക്കുന്ന ശരിയായ കാര്യം എന്താണോ അത് ചെയ്യാനുള്ള ധൈര്യം ആർജിക്കലാണ് ഒരു നേതാവിന്റെ ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ശേഷി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 9ാമത്തെ അധ്യായം. എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത സെഷനിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.